എൻ്റെ ഫേവറേറ്റ് ബിയറാണ്, ഞാനത് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ബാച്ച് ഓഫ് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സാലഡ് ഡ്രസ്സിങ് എടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് തായ് സ്റ്റൈലാണ്. ഇറ്റ്സ് മിക്സ് വിത്ത് ലൈം ആൻഡ് ചില്ലി. നമുക്ക് ചിക്കൻ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ടൈറ്റിൽ കണ്ടു കാണും, ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ബിയർ ബാറ്റഡ് ചിക്കൻ. സോ ഇത് ഓസ്ട്രേലിയയിലുള്ള ഒരു ലോക്കൽ റെസിപ്പിയാണ്. സോ ബേസിക്കലി ബിയറിൽ മാരിനേറ്റ് ചെയ്ത ചിക്കനെ പൊരിച്ചെടുക്കലാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് വ്ളോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ, പ്രിയ ബിഹൈൻഡ് ദ ക്യാമറ. സോ ഈ ഡിഷ് ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, പക്ഷേ ഇതിന്റെ കുക്കിംഗ് ടൈം ഇറ്റ് ടേക്സ് റഫ്ലി ബിറ്റ്വീൻ 1.5 to 2 hours. ബിക്കോസ് നമുക്ക് ബേസിക്കലി ആ മാരിനേറ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തേ പറ്റും. So ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. Before I begin this video, please make sure to subscribe to our channel and do like and share with your friends and families. And also don't forget to hit the bell icon so that you'll get all the notification when we post a new video. So let's begin. So step 1, ഞാൻ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. സോ ചിക്കൻ നല്ലൊരു കഴുകി, ഞാനൊരു ഡ്രം സ്റ്റിക്ക് ചിക്കൻ, അതായത് ചിക്കൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴുകി ഞാൻ നല്ല വര വരച്ചിട്ടുണ്ട്. സോ ചിക്കൻ ആദ്യം ഞാൻ എല്ലാം വെസലിടുന്നു. സോ അപ്രോക്സ് ഒരു 1 kg ചിക്കൻ ഉണ്ട്. ഞാനിവിടെ ഒരു 3 ബിയറാണ് എടുത്തിരിക്കുന്നത്. ബിയർ ഇല്ലാത്തവർ സോഡ വാട്ടർ ട്രൈ ചെയ്യാം, പക്ഷേ റിസൾട്ട് വിൽ ബി ദ സെയിം. സോ ഞാനിവിടെ ഒരു എൻ്റെ ഫേവറേറ്റ് ബിയറാണ്, ഞാനത് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ മൊത്തം ബിയർ ഒഴിച്ച് മാരിനേറ്റ് ചെയ്യുന്നു. ബിയർ ഏകദേശം ഈ ചിക്കൻ ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള ബിയർ മതി. സോ എനിക്ക് 2 ബിയർ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ചിക്കൻ നന്നായിട്ട് മുക്കിയിടുന്നു. വി വിൽ ലീവ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ്. ഓക്കെ. സോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഒരു 1/2 hour എങ്കിലും എടുക്കും. സോ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു നല്ലൊരു ഫ്രഷ് സാലഡ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഐ ഹാവ് എ കുക്കുംബർ, 1 capsicum, സം ഗ്രീൻ ലീവ്സ്. യു കൻ either take mint also. പിന്നെ ഞാൻ കുറച്ച് ചെറി ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. ഐ ഹാവ് സം റാഡിഷ്. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സാലഡ് ഉണ്ടാക്കാം. സോ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഓരോന്നിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഹണിയാണ്. ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിനി അരിഞ്ഞ് വെച്ച ഓരോന്നായിട്ട് ഇടാം. ആദ്യം ഞാൻ കുറച്ച് റാഡിഷ് ഇടാണ്, പിന്നെ കുക്കുംബർ, ക്യാപ്സിക്കം, ചെറി ടൊമാറ്റോസ്. പിന്നെ ഞാൻ കുറച്ചിവിടെ സ്പിനച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു സ്പിനച്ച് സാലഡ് മിക്സ് ആണ്. സോ ഇതിൽ സ്പിനച്ച് ഉണ്ട്, പിന്നെ ബീട്രൂട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓൾസോ വി ഹാവ് സം ക്യാരറ്റ്. സോ ഇതെല്ലാം കൂടി ഞാൻ ഇടാണ്. എന്നിട്ട് ഇത് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈക്വൽ ഓയിലൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ചൊരു ക്രഷ്ഡ് പെപ്പർ എടുക്കുന്നുണ്ട്, കുറച്ച് സോൾട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാനൊരു സാലഡ് ഡ്രസ്സിങ് എടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് തായ് സ്റ്റൈലാണ്. ഇറ്റ്സ് മിക്സ് വിത്ത് ലൈം ആൻഡ് ചില്ലി. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സോ ഓൾറെഡി ഡ്രസ്സിങ്ങിൽ ലൈം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പുളിപ്പ് എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ലൈം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. സോ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാലഡ് റെഡി. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത ശേഷം ഇത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ. ചിക്കൻ മാരിനേറ്റ് ആവാൻ തുടങ്ങിയിട്ട് 1/2 hour കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ആദ്യം. സോ മാരിനേറ്റ് ചെയ്ത ബിയർ കളയുന്നില്ല, ഇതന്നെയാണ് ബാറ്റർ ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് റൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. റൈസ് ഫ്ലോർ ഇല്ലെങ്കിൽ യു ക്യാൻ either യൂസ് കോൺഫ്ലോർ അല്ലെങ്കിൽ എനി പർപ്പസ് ഫ്ലോറും യൂസ് ചെയ്യാം. ഞാൻ അത് കുറച്ചിട്ടാണ്, ബിക്കോസ് ഒരു തിക്ക് ബാറ്റർ ആയിട്ട് കൊണ്ടുവരണം, അതാണ് മെയിൻ എൻഡ് റിസൾട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് ഫ്ലോർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മൈദ ഇടുന്നുണ്ട്. പിന്നെ ഒരു 3 tablespoon ചില്ലി പൗഡർ ഇട്ട്, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ കുറച്ചും കൂടി കളറും കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ, പിന്നെ സോൾട്ട്,
ഇതൊന്ന് തിക്ക് ബാറ്റർ ആണ്, ഇത് കുറച്ച് ലിക്വിഡ് ആയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി റൈസ് ഫ്ലോർ ഇട്ടാണ്. സോ ഇതിൻ്റെ കൂടെ ഒരു മുട്ട ആഡ് ചെയ്യുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ബാറ്റർ നന്ന തിക്കായിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി ഞാൻ ഈ ഓൾറെഡി ബെയറിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായിട്ട് ഇതിലിടാണ്. സോ നമ്മൾ ബാറ്ററിൽ ചിക്കൻ എല്ലാം മുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 hour ഇരിക്കണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. നൗ ഇറ്റ്സ് റെഡി ടു ഫ്രൈ ദീസ് ബിയർ ബാറ്റഡ് ചിക്കൻ. സോ നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. ഞാനൊരു പാനിൽ നല്ല എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഫ്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ ചിക്കൻ എടുക്കുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് അത് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിയർ ബാറ്റർഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നമുക്ക് ഭംഗിയായിട്ട് സെർവ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച് നമ്മുടെ സാലഡ് വെക്കാം. സാലഡ് എല്ലാം എടുത്ത് വെക്കുന്നു. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നന്നായിട്ട് ചിക്കൻ എടുത്ത് വെക്കാം. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസും കൊണ്ട് കഴിക്കാം. ഞാനിവിടെ കുറച്ച് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടാണ്, ഇനി കഴിച്ചാൽ മാത്രം മതി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റ് സെക്ഷനിൽ പറയൂ. ആൻഡ് subscribe to our channel if you haven't, and please give us a thumbs up if you liked our channel. So till then, bye bye.